നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആർക്കും സഹായിപ്പാൻ കഴിയാത്ത, നമ്മുടെ വേദനകളെ തിരിച്ചറിയാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ കാണും. എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വാതിൽ അടച്ചിരിക്കെ യേശു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പുറമേ ചിരിക്കുന്നെങ്കിലും ഹൃദയം വേദനിക്കുന്ന ഭാരമേറിയ വിഷയങ്ങളെ നമുക്കറിയാം, ദൈവത്തിനും അറിയാം. മറ്റാർക്കും ഒരുപക്ഷെ ആ വേദനകളെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോഴും യേശു കർത്താവിന് വാത്സല്യ ദൈവവേദനയെ നിന്നെ സഹായിപ്പാൻ കഴിയും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. എന്നാൽ ഒരു വ്യക്തി യേശുവിൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിക്കണമെങ്കിൽ, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്നാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക്, അവൻ്റെ ജീവിതത്തിലേക്ക് ആ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി മനഃപൂർവ്വം സ്വീകരിക്കാത്തിടത്തോളം കർത്താവിന് ആ വ്യക്തിയിലേക്ക് കടന്നു വരാൻ കഴിയത്തില്ല. ഈ ദിവസങ്ങളിൽ ലോകമെങ്ങും ദുഃഖവെള്ളി, തുടർന്ന് ഈസ്റ്റർ, ഇതൊക്കെ ആഘോഷിക്കുന്ന ഈ സമയങ്ങളിൽ ഹൃദയത്തിൽ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീരുവാൻ കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട 3-ാം ദിവസം പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, തന്നെ കാത്തിരിക്കുന്നവരെ തന്നോടുകൂടെ ചേർപ്പാനായി പ്രത്യക്ഷനാകാനിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. മറ്റൊരുത്തലിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആ യേശു കർത്താവിലൂടെയുള്ള നിത്യരക്ഷ പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം താങ്കളെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.